12ാമത്തെ പാഠമാണ് ലളിത ജീവിതം. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, മഹാത്മാഗാന്ധിയുടെ ഒരു പാഠമാണ്. ജീവചരിത്രം എന്ന സാഹിത്യ രൂപത്തിന്റെ ഒരു ശാഖയാണ് ആത്മകഥ. ഇംഗ്ലീഷില് ഇതിനെ ഓട്ടോബയോഗ്രഫി എന്നാണ് പറയുക. എന്താണ് ഓട്ടോബയോഗ്രഫി? ഒരാള് അയാളുടെ തന്നെ ജീവിതത്തിന്റെ സഞ്ചാരപഥം അടയാളപ്പെടുത്തി പോവുകയാണ്. ഓർമ്മകളിലൂടെ തൻ്റെ വ്യക്തിപരമായ ചിന്താഗതികളും വിശ്വാസങ്ങളും കാഴ്ചപ്പാടുകളും എല്ലാം അയാളുടെ ജീവിതത്തിലെ പോരായ്മകളും ദൗർബല്യങ്ങളും വരെയും ആത്മകഥയിൽ അടയാളപ്പെടുത്തി പോന്നേക്കാം. അങ്ങനെ ആത്മകഥ എന്നത് വളരെ വിശ്വസനീയമായ ഒന്നായിട്ട് നമ്മൾ എഴുതണം. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയുടെ പേര് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നാണ് എന്നൊക്കെ നമുക്കറിയാം. ഇനി പലരും ആത്മകഥകൾ എഴുതിയിട്ടുണ്ട്. എന്തായാലും മഹാത്മാഗാന്ധിയുടെ ഈ ആത്മകഥ വളരെ പ്രശസ്തമായ ഒന്നാണ്. നമുക്ക് ഇതേക്കുറിച്ച് നമുക്ക് നോക്കാം. ലളിത ജീവിതം, സുഖസൗകര്യങ്ങളോട് കൂടിയ ഒരു ജീവിതമാണ് ഞാൻ ആരംഭിച്ചത്. എന്നാൽ ആ പരീക്ഷണം കുറച്ചു കാലം കൊണ്ട് തീർന്നു എന്ന് പറയാം. അകസാമാനങ്ങൾ വാങ്ങി ഞാൻ ശ്രദ്ധിച്ച് വീട് അലങ്കരിച്ചെങ്കിലും അതൊന്നും എന്നെ സ്വാധീനിച്ചില്ല. അത്തരത്തിൽ ജീവിക്കാൻ ആരംഭിച്ചപ്പോൾ തന്നെ ചെലവ് ചുരുക്കാനും തുടങ്ങി. അലക്കുകാരന് കൊടുക്കേണ്ട തുക വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് കൃത്യമായി അലക്കി തരികയുമില്ല. 2-3 ഡസൻ ഷർട്ടും കോളറും കൊണ്ടുപോലും മതിയാകാതെ വന്ന അവസ്ഥ. അപ്പോൾ അദ്ദേഹം പ്രത്യേകിച്ചും ബാരിസ്റ്ററാണ്. ഷർട്ടിന്റെ കോളർ ദിവസവും മാറണമായിരുന്നു. ഷർട്ട് ദിവസവും ഇല്ലെങ്കിൽ ഒന്നിടവിട്ടെങ്കിലും മാറണം. അങ്ങനെ ഇരട്ടി ചെലവ് വരാതിരിക്കാൻ അനാവശ്യ ചെലവാണെന്ന് തോന്നിയത് കൊണ്ട് അലക്കാനുള്ള സാധന സാമഗ്രികൾ വാങ്ങി സ്വയം അലക്കി ആ തുകയും കൂടി ലാഭിക്കാൻ വേണ്ടി മഹാത്മാഗാന്ധി ഒരുങ്ങി. അലക്കിനെ പറ്റി ഒരു പുസ്തകം വാങ്ങി അത് പഠിച്ചെടുത്തു. ഭാര്യ അത് പഠിപ്പിച്ചു. ഇങ്ങനെ ജോലി ഭാരം കൂടിയെങ്കിലും അത് ഒരു പുതുമയായതിനാൽ ഒരു സന്തോഷമായിരുന്നു. ആദ്യമായി അലക്കിയ കോളർ ഒരിക്കലും മറക്കാനാവില്ലെന്ന് ഗാന്ധി പറയുന്നു. ആവശ്യത്തിലേറെ കഞ്ഞിപ്പശ ചേർത്തു. തേപ്പ് പൊട്ടി വേണ്ടത്ര ചൂടാക്കിയില്ല. ഇങ്ങനെ ഒരുപാട് പോരായ്മകൾ. കരിഞ്ഞു പോകുമെന്ന് പേടിച്ച് കോളർ ശരിക്കും അമർത്തി തേച്ചില്ല. അങ്ങനെ കുറച്ചൊക്കെ നേരം ഉടയാതെ നിന്നെങ്കിലും കുറെ കഴിഞ്ഞപ്പോൾ കഞ്ഞിപ്പശ അടർന്നു വീണു. അപ്പോൾ ആ കോളർ ധരിച്ച് കോടതിയിൽ ചെന്ന് മറ്റു ബാരിസ്റ്റർമാരുടെ കളിയാക്കൽ ഏൽക്കേണ്ടി വന്നു. പക്ഷേ കളിയാക്കൽ അന്നും ഗാന്ധിക്ക് ഏൽക്കുമായിരുന്നില്ലെന്ന് പറയുകയാണ് ഗാന്ധി. ഞാൻ പറഞ്ഞു, എൻ്റെ കോളർ ഞാൻ തന്നെ ആദ്യമായി അലക്കി നോക്കിയതാണ്. അതാണ് കഞ്ഞിപ്പശ ഇളകി വീഴുന്നത്. പക്ഷേ എനിക്കത് പ്രശ്നമല്ല. പിന്നെ നിങ്ങൾക്കൊരു നേരം പോക്കിന് അത് പ്രയോജനപ്പെട്ടല്ലോ എന്ന് പറഞ്ഞാണ് അതിനെ ഗാന്ധി തള്ളിക്കളഞ്ഞത്. അപ്പോൾ ആ ഒരു സ്നേഹിതൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, പക്ഷേ ഇവിടെ അലക്ക് കമ്പനിയൊന്നും കുറവല്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ ഒരു കോളർ അലക്കാൻ ഏകദേശം അതിന്റെ വില കൊടുക്കണം. പിന്നെ അലക്കുകാരനെ നിത്യം ആശ്രയിക്കുകയും വേണം. എനിക്കത് അല്പം പ്രയാസമായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു രീതി സ്വീകരിച്ചതെന്ന് ഗാന്ധി ഉടനെ തന്നെ പറയുകയും ചെയ്തു. കാലക്രമത്തിൽ എൻ്റെ വസ്ത്രങ്ങളൊക്കെ അലക്കുന്നതിൽ ഞാനൊരു വിദഗ്ധനായി തീർന്നു എന്ന് തൻ്റെ ആത്മകഥയിൽ ഗാന്ധി പറയുന്നു. യാതൊരു തരത്തിലും അലക്കാരുടേനേക്കാൾ മോശമല്ലാത്ത രീതിയിൽ അലക്കാനും ഞാൻ പഠിച്ചു. ഗോഖലെ ഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരുവാണ്. ഗോപാലകൃഷ്ണ ഗോഖലെ. അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ മഹാദേവ് ഗോവിന്ദ റാനഡെ സമ്മാനിച്ച ഒരു സ്കാർഫ് ഉണ്ടായിരുന്നു. അദ്ദേഹം അത് വളരെ അമൂല്യമായ ഒരു സ്വത്തായിട്ടാണ് ശ്രദ്ധയോടെ വിശേഷാവസരങ്ങൾ മാത്രം ഉപയോഗിച്ചു പോന്നു. അങ്ങനെയുള്ള ഒരവസരം ജോഹന്നാസ്ബർഗിൽ ഇന്ത്യക്കാർ അദ്ദേഹത്തിന് നൽകിയ ഒരു സൽക്കാരുണ്ടായിരുന്നു. അതിന്റെ കവണി ചുരുങ്ങിപ്പോയത് കൊണ്ട് അത് തേച്ചെടുക്കേണ്ടി വരും. അത് അലക്കാരനെ ഏൽപ്പിച്ചാൽ സമയത്ത് കിട്ടില്ല എന്നതുകൊണ്ട് ഗാന്ധി തന്നെ സ്വയം ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ഗോഖലെക്ക് സംശയം. വക്കീൽ എന്ന നിലയിൽ നിങ്ങൾക്ക് കഴിവുണ്ട്, പക്ഷെ അലക്കുകാരൻ എന്ന നിലയിൽ നിങ്ങൾ ചിലപ്പോൾ ഇത് വിജയിപ്പിക്കാൻ സാധ്യതയില്ല. നിങ്ങളത് ചീത്തയാക്കിയാലോ? എനിക്കിത് വളരെ അമൂല്യമാണ് ഗാന്ധി, നിങ്ങൾക്കറിയാമോ? ഇങ്ങനെയാണ് ഗോഖലെ പറഞ്ഞത്. ഇത്രയും പറഞ്ഞിട്ട് തനിക്ക് ആ സമ്മാനം കിട്ടിയത് എങ്ങനെയാണ് എന്ന വിവരവും അദ്ദേഹം സന്തോഷത്തോടെ ഗാന്ധിയോട് പറഞ്ഞു. എന്നാലും ഞാൻ നന്നായി ചെയ്യാം എന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞ് തേക്കാൻ അദ്ദേഹത്തിന്റെ സമ്മതം വാങ്ങി. തേച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം നല്ല സർട്ടിഫിക്കറ്റ് തന്നു. അതിനുശേഷം ലോകം മുഴുവൻ തനിക്ക് ഈ സർട്ടിഫിക്കറ്റ് നിഷേധിച്ചാലും ഒന്നുമില്ല എന്ന് ഗാന്ധിക്ക് തോന്നി. കാരണം തൻ്റെ രാഷ്ട്രീയ ഗുരുവായിട്ടുള്ള വ്യക്തിയാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. അദ്ദേഹത്തെ ഗാന്ധി എന്നും ആദരിച്ചിരുന്നു. അലക്കുകാരന്റെ അടിമത്തത്തിൽ നിന്നും അങ്ങനെ മോചിതനായതുപോലെ തന്നെ ഒരിക്കല് മുടിവെട്ടുകാരനെ ക്ഷുരകനെ ആശ്രയിക്കുന്നതിൽ നിന്നും ഗാന്ധി മോചിതനായി. ഇംഗ്ലണ്ടിൽ പോകുന്ന എല്ലാവരും അവിടെ വെച്ച് ഷേവ് ചെയ്യുന്ന വിദ്യയെങ്കിലും പഠിക്കും. പക്ഷേ ആരും സ്വന്തം മുടി വെട്ടുന്നത് പഠിച്ചതായിട്ട് ഗാന്ധിക്ക് അറിവില്ല എന്ന് പറയാം. ഗാന്ധിക്ക് അതും പഠിക്കണം എന്നുണ്ടായിരുന്നു. പ്രിട്ടോറിയത്തിലെ ഒരു ഇംഗ്ലീഷ് ബാർബറുടെ അടുത്ത്, ക്ഷുരകന്റെ അടുത്ത് ഗാന്ധി ഒരിക്കല് ചെന്നു. എൻ്റെ മുടി വെട്ടില്ലെന്ന് അയാൾ പുച്ഛത്തോടെ പറഞ്ഞു. കറുത്തവർഗ്ഗക്കാരുടെ മുടി വെട്ടാൻ അയാൾക്ക് മടിയായിരുന്നു. ഗാന്ധിക്ക് വിഷമം തോന്നി. എങ്കിലും ഉടനെ ഒരു കത്രിക വാങ്ങി കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് സ്വയം മുടി മുറിക്കുകയാണ് ചെയ്തത്. മുൻവശത്തെ മുടിയൊക്കെ വെട്ടുന്നതിൽ ഏറെക്കുറെ വിജയിച്ചു. പക്ഷെ പിന്നിലേത് മോശമാക്കി. കോടതിയിലെ സുഹൃത്തുക്കൾ അത് കണ്ട് കുലുങ്ങി ചിരിച്ചു. ഗാന്ധി, നിങ്ങളുടെ തലമുടിക്ക് എന്ത് പറ്റി? എലി നുറുക്കിയോ? ഇല്ല, വെള്ളക്കാരൻ ക്ഷുരകൻ എൻ്റെ കറുത്ത മുടിയിൽ തൊടാൻ ദയ കാണിക്കുന്നില്ല. അതിനാൽ മോശമായിട്ടാണെങ്കിലും ഞാൻ തന്നെ മുറിക്കാം എന്ന് വെച്ചു.
ഞാൻ പറഞ്ഞു. ഈ മറുപടി അവരെ അത്ഭുതപ്പെടുത്തിയില്ല. എന്റെ മുടി മുറിക്കാത്തതിൽ ആ ക്ഷുരകന്റെ പക്ഷത്ത് തെറ്റൊന്നുമില്ല എന്ന് ഗാന്ധി പറയാം. കറുത്തവർക്ക് ക്ഷൗരം ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ അയാളുടെ കടയിലേക്ക് വെള്ളക്കാർ വരില്ലായിരുന്നു. അയിത്തക്കാരായ സഹോദരങ്ങൾ ക്ഷൗരം ചെയ്യാൻ ഇവിടെ നമ്മൾ ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യക്കാരായ ക്ഷുരകന്മാരെ അനുവദിക്കാറില്ലല്ലോ. അതിന്റെ പ്രതിഫലം ദാ എനിക്ക് ദക്ഷിണാഫ്രിക്കയിൽ ചെന്നപ്പോൾ കിട്ടി എന്ന് ഗാന്ധി പറയുന്നു. ഒന്നല്ല, പലതവണ. ഇതാണ് ഇതേ സംബന്ധിച്ച് ഗാന്ധിജി പറയുന്നത്. ഇനി നമ്മുടെ തന്നെ പാപങ്ങൾക്കുള്ള ശിക്ഷയാണ് ഇതൊക്കെ എന്ന ബോധ്യം കോപമുണ്ടാകുന്നതിൽ നിന്ന് എന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞാണ് ഇത് അവസാനിപ്പിക്കുന്നത്. ലാളിത്യത്തിലും സ്വാശ്രയത്തിലുമല്ല എൻ്റെ ആവേശം ആത്യന്തികമായി സ്വയം നടത്തിയ പ്രകടനത്തിന്റെ തീവ്ര രൂപങ്ങൾ ആണ് എന്ന് പറയാൻ. അതിന്റെ വിത്ത് വളരെ മുമ്പേ ഞാൻ വിതച്ചിരുന്നു. വേരിറങ്ങാനും പൂക്കാനും കായ്ക്കാനും നന മാത്രമേ വേണ്ടി വന്നുള്ളൂ. അതും കാലക്രമത്തിൽ നടന്നു എന്ന് പറഞ്ഞ് പാഠം അവസാനിക്കുകയാണ്. അപ്പോ ഗാന്ധിജി തുടക്കത്തിൽ സുഖജീവിതം ആഗ്രഹിച്ചിരുന്നെങ്കിലും പക്ഷേ അത് അദ്ദേഹത്തിലേക്ക് വേരിറങ്ങിയില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. ജീവിത ചെലവ് ചുരുക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് വസ്ത്രങ്ങൾ സ്വന്തമായി അലക്കാൻ ശീലിച്ചു. മുടി മുറിക്കുന്നതും അദ്ദേഹം സ്വന്തമായി ശീലിച്ചു എന്ന് പാഠത്തിൽ പറയുന്നു. ഒരിക്കൽ ഗോഖലെ വന്നപ്പോൾ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരുവായ ഗോപാലകൃഷ്ണ ഗോഖലെ ദക്ഷിണാഫ്രിക്കയിൽ വന്നപ്പോൾ ഒരു സംഭവം വിവരിച്ചത് അദ്ദേഹത്തിന് നേരിട്ട് തേച്ചു കൊടുത്തു. അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു ഗാന്ധി. അതിന്റെ കവണി നന്നായി തേച്ചതിന് ഗോഖലെ അഭിനന്ദിച്ചു. പിന്നെ ലോകത്തിൽ ഇനി ഒന്നും ആരും തന്നെ അംഗീകരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ഗാന്ധിക്ക് തോന്നി. അതുപോലെ തന്നെ മുടി മുറിച്ച സംഭവവും, അയിത്തക്കാരുടെ മുടിവെട്ടാൻ ഇവിടെ ഇന്ത്യക്കാരായ ബാർബർമാർ മടിക്കാറില്ലേ, അതിന്റെ മറ്റൊരു പതിപ്പ് എനിക്ക് ദക്ഷിണാഫ്രിക്കയിൽ ചെന്നപ്പോൾ കിട്ടി എന്ന് പറയാം. ഇനി അവതാരണ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ ഒരു ഭാഗം ആണ് ഉള്ളത്. അവതാരണ ചോദ്യങ്ങള് ഒന്നാമത്തെ ചോദ്യം, അലക്കിനെ പറ്റി ആരാണ് അദ്ദേഹത്തോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്? അലക്കിനെ പറ്റി അദ്ദേഹം എന്താണ് വാങ്ങിയത്? ഒരു പുസ്തകം വാങ്ങി ആ വിദ്യ പഠിക്കുകയും ആ ഭാര്യയെ പഠിപ്പിക്കുകയും ചെയ്തു എന്ന് നമ്മൾ പാഠത്തിൽ വായിച്ചായിരുന്നു. ആ കോളറും ധരിച്ച് ഡാഷിൽ ചെന്ന എനിക്ക് ബാരിസ്റ്റർമാരുടെ ഡാഷ് ഏൽക്കേണ്ടി വന്നു. ഓക്കെ, കോടതിയിൽ ചെന്ന ഗാന്ധിക്ക് ബാരിസ്റ്റർമാരുടെ പരിഹാസം ഏൽക്കേണ്ടി വന്നു എന്നാണ്. എന്നാൽ എനിക്ക് ആ സുഹൃത്തുക്കളെ സ്വാശ്രയത്വത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നവരാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഫിൽ ചെയ്യേണ്ടത്. സ്വാശ്രയത്തിന്റെ സൗന്ദര്യം. അങ്ങനെയുള്ള ഒരവസരം ഡാഷ് ഇന്ത്യക്കാർ അദ്ദേഹത്തിന് നൽകിയ സത്കാരമായിരുന്നു. ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാർ അദ്ദേഹത്തിന് നൽകിയ സൽക്കാരമായിരുന്നു. ആർക്ക്? ഗോപാലകൃഷ്ണ ഗോഖലെയ്ക്ക്. അതും പാഠത്തിൽ പറഞ്ഞു. ഇംഗ്ലണ്ടിൽ പോകുന്ന എല്ലാവരും അവിടെ വെച്ച് ഡാഷ് ചെയ്യുന്ന വിദ്യയെങ്കിലും പഠിക്കും. പക്ഷേ ആരും സ്വന്തമായി മുടിവെട്ടാൻ പഠിച്ചതായി എനിക്കറിവില്ല. അപ്പോൾ ഷേവ് ചെയ്യുന്ന വിദ്യ പഠിക്കുമായിരുന്നു, പക്ഷേ മുടിവെട്ടുന്നത് ആരും പഠിച്ചതായിട്ട് എനിക്കറിയില്ല എന്നാണ് ഗാന്ധി പറയുന്നത്. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഗാന്ധിജി സ്വന്തമായി ആദ്യം അലക്കിയത് എന്താണ്? ഗാന്ധി സ്വന്തമായി അലക്കിയത് തന്റെ ഷർട്ടിന്റെ കോളറാണ്. രണ്ടാമത്തെ ചോദ്യം, ഗോഖലെയ്ക്ക് നേരിട്ട് സമ്മാനിച്ചത് ആരാണ്? റാനഡെയാണ്. മഹാദേവ് ഗോവിന്ദ റാനഡെ ആണ് ഈ റാനഡെ, MG റാനഡെ. അദ്ദേഹമാണ് ഗോപാലകൃഷ്ണ ഗോഖലെയ്ക്ക് നേരിട്ട് സമ്മാനിച്ചത് എന്ന് പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. 3, വക്കീൽ എന്ന നിലയ്ക്കുള്ള നിങ്ങളുടെ കഴിവിൽ എനിക്ക് വിശ്വസിക്കാം, പക്ഷേ അലക്കുകാരൻ എന്നതിൽ എനിക്കിത് വയ്യ എന്ന് പറഞ്ഞത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിയോടാണ് പറഞ്ഞത്. തന്റെ നേരിയത് തേച്ച് കൊടുക്കുന്നതിന് ഗാന്ധി തയ്യാറാണ് എന്ന് അറിയിച്ചപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്. ഗാന്ധിജി മുടിവെട്ടാൻ ആദ്യം ചെന്നത് എവിടെയാണ്? പ്രിട്ടോറിയത്തിലെ ഇംഗ്ലീഷ് ക്ഷുരകന്റെ അടുത്ത് എന്നാണ് ഉത്തരം. ഇനി മറ്റൊരു ചോദ്യം, ദക്ഷിണാഫ്രിക്കയിലായിരുന്നു സ്ഥലം, പക്ഷെ അവിടെ ഒരു ഇംഗ്ലീഷ് ക്ഷുരകൻ ഉണ്ടായിരുന്നു. ഇനി ക്ഷുരകനെ ആശ്രയിക്കുന്നത്, അതായത് ബാർബറെ ആശ്രയിക്കുന്നത് ഒഴിവാക്കിയത് ആരാണ്? ഗാന്ധിജി. ഇനി താഴെ സൂചിപ്പിച്ച പദം പോലെ 2 പദം എഴുതുക എന്ന് അവിടെ ഒരു വേർഡ് സൂചിപ്പിച്ചിട്ടുണ്ട്. മുതലാളിത്തം, അടിമത്തം, ഇത്തം വരുന്ന അത്തരത്തിലുള്ള 2 വാക്കുകൾ എഴുതുക. എന്നാൽ അത് മാച്ച് ആകുകയും വേണം. മുതലാളിത്തം, അടിമത്തം, വിഡ്ഢിത്തം എന്നൊക്കെ ഉള്ള വാക്കുകൾ അതിനോട് ഇണങ്ങുന്ന വാക്കുകൾ. ഇനി പിരിച്ചെഴുതുക. ശരിക്കമർത്തി, ശരിക്ക എന്നതിൻ്റെ കൂടെ അമർത്തി എന്ന് എഴുതുക. വേർതിരിച്ച് 2 വാക്കായിട്ട് എഴുതേണ്ടി വരും. അപ്പോൾ ശരിക്ക എന്നതിന് ചന്ദ്രക്കല വേണം, പിന്നെ അമർത്തി എന്ന നിലയിൽ ആ ചേർക്കുകയും വേണം. അപ്പോൾ മാ ഇല്ലാതാവും. ഇനി കഞ്ഞിപ്പശ, ഇതുപോലെ തന്നെയാണ്. കഞ്ഞി പ്ലസ് പശ, അതിൽ പായുടെ ഇരട്ടിപ്പ് നഷ്ടപ്പെടും വേർതിരിച്ചെഴുതുമ്പോൾ. അമൂല്യമായത് എടുത്ത്, അമൂല്യം എന്നത് ഒരു വശത്ത് എഴുതുക. അമൂല്യം എന്നല്ല, അമൂല്യമായി എന്ന് ചന്ദ്രക്കലയിട്ട് എഴുതുക. എടുത്ത് എന്ന് വേറെ എഴുതുക. അപ്പൊ എ എന്ന അക്ഷരം ഉൾപ്പെടുത്തേണ്ടി വരും. യാ ആവശ്യവുമില്ല. മോശമായിരുന്നില്ല, അപ്പോൾ എങ്ങനെയാണ് അത് എഴുതുക? മോശമായിരുന്നു എന്ന് എഴുതിയതിന് ശേഷം ഇല്ല എന്ന് വേറെ എഴുതേണ്ടി വരും. വർദ്ധിപ്പിച്ചെങ്കിലും അങ്ങനെ എഴുതുക. വർദ്ധിപ്പിച്ചു എന്ന് എഴുതിയതിന് ശേഷം എങ്കിലും എന്ന് വേറെ എഴുതേണ്ടി വരും. ഇതാണ് അതിൻ്റെ രീതി. പാഠത്തിൽ ഇനിയും അപഗ്രഥന ചോദ്യങ്ങൾ ഉണ്ട്. അപഗ്രഥന ചോദ്യങ്ങളിൽ ഒന്നാമത്തേത്, ഗാന്ധി അലക്കാനുള്ള സാധന സാമഗ്രികൾ വാങ്ങിയ കാര്യമാണ്.
വാങ്ങി സ്വയം അലക്കി തുടങ്ങിയത് എന്തുകൊണ്ടായിരുന്നു? അലക്കുകാരൻ കൃത്യമായി അലക്കി തന്നില്ല എന്നുള്ളത് ഒരു കാരണം. 2, അലക്കുകാരന്റെ കൂലി വളരെ കൂടുതലായിരുന്നു. മാത്രമല്ല 2, 3 ഡസൻ ഷർട്ടും കോളറും അദ്ദേഹത്തിന് മതിയാകാതെ വന്നു. കോളർ ദിവസവും മാറ്റണം. ഷർട്ട് ഒന്നിടവിട്ടെങ്കിലും മാറ്റണം. ഇതൊക്കെ വലിയ ചെലവിന് കാരണമാവും. ഈ ചെലവ് അനാവശ്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് അദ്ദേഹം സ്വന്തമായി അലക്കാനായിട്ട് ഉള്ള സാധന സാമഗ്രികൾ വാങ്ങിയതും അലക്കി തുടങ്ങിയതും. ഞാൻ സ്വന്തമായി ആദ്യം അലക്കിയ കോളർ എനിക്കൊരിക്കലും മറക്കാനാവില്ല എന്ന് ഗാന്ധി പറയുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? കോളർ അലക്കുമ്പോൾ ആവശ്യത്തിലേറെ കഞ്ഞിപ്പശ ചേർത്തു. തേപ്പുപൊട്ടി വേണ്ടത്ര ചൂടാക്കിയില്ല. കോളർ കരിഞ്ഞു പോകുന്ന ഭയം കൊണ്ട് ശരിക്ക് അമർത്തി തേച്ചില്ല. ഇതുകൊണ്ടൊക്കെ കോളർ കുറച്ചൊക്കെ ഉടയാതെ നിന്നെങ്കിലും പുറമേ പറ്റിയിരുന്ന കഞ്ഞിപ്പശ ഇടയ്ക്കിടെ അടർന്നു വീണു ഒരു പ്രശ്നം. രണ്ടാമത്, ആ കോളറും ധരിച്ച് കോടതിയിൽ ചെന്നപ്പോൾ മറ്റു ബാരിസ്റ്റർമാരുടെ പരിഹാസം ഏൽക്കേണ്ടിയും വന്നു. ഇതുകൊണ്ടാണ് ഈ സംഭവം മറക്കാൻ പറ്റില്ല എന്ന് ഗാന്ധി പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം, ബാരിസ്റ്റർമാരുടെ പരിഹാസം ഏൽക്കേണ്ടി വന്നപ്പോൾ ഗാന്ധിയുടെ പ്രതികരണം എന്തായിരുന്നു? എന്റെ കോളർ ഞാൻ തന്നെ ആദ്യമായി അലക്കി നോക്കിയതാണ് എന്നും അതുകൊണ്ടാണ് കഞ്ഞിപ്പശ ഇളകി വീണത് എന്നും ഗാന്ധി പറഞ്ഞു. പക്ഷേ എനിക്കതൊരു പ്രശ്നമല്ല. പിന്നെ നിങ്ങൾക്ക് ഇത്രയും നേരം പോക്കിനും അത് ഉപകാരപ്പെട്ടല്ലോ. നന്നായി എന്നാണ് ഗാന്ധി അതേക്കുറിച്ച് പ്രതികരിച്ചത്. എനിക്കത് എത്ര അമൂല്യമാണെന്ന് നിങ്ങൾക്കറിയാമോ? ആരാണ് ഇത് പറഞ്ഞത്? ഇത് പറയാനുള്ള കാരണം എന്തായിരുന്നു? ഇങ്ങനെ പറഞ്ഞത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഇങ്ങനെ പറഞ്ഞത്. ഗോവിന്ദറാനഡെ അദ്ദേഹത്തിന് ഒരു നേരിത് സമ്മാനിച്ചിരുന്നു. അത് അതിവിശിഷ്ടവും അമൂല്യവുമായിട്ട് സൂക്ഷിക്കുകയായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ. അങ്ങനെയിരിക്കെ അതിന്റെ കവണി ഒന്ന് ചുരുങ്ങിപ്പോയിരുന്നു. അലക്കുകാരനെ ഏൽപ്പിച്ചാൽ സമയത്തിന് കിട്ടില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? ഞാനത് തേച്ചു തരാം എന്ന് പറഞ്ഞ് ഗാന്ധി പറഞ്ഞപ്പോൾ ഗോഖല അത് ഇങ്ങനെ പ്രതികരിച്ചു. വക്കീൽ എന്ന നിലയിൽ നിങ്ങളുടെ കഴിവ് എനിക്കറിയാം. പക്ഷേ അലക്കുകാരൻ എന്ന നിലയിൽ നിങ്ങളെ എനിക്ക് വിശ്വസിക്കാമോ? നിങ്ങളത് ചീത്തയാക്കിയാലോ? എനിക്കത് വളരെ അമൂല്യമാണ് എന്ന് പറഞ്ഞു. ഒരു ഭാഗ്യപരീക്ഷണത്തിന് നിൽക്കേണ്ട ഗാന്ധി എന്നാണ് ഗോഖലെ ഗാന്ധിയോട് പറഞ്ഞത്. ഗോഖലെ ഗാന്ധിക്ക് നല്ല സർട്ടിഫിക്കറ്റ് നൽകിയപ്പോൾ ഗാന്ധിക്ക് എന്താണ് തോന്നിയത്? ഗോഖലയിൽ നിന്ന് നല്ല സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ ഇനി ലോകം മുഴുവൻ തനിക്ക് സർട്ടിഫിക്കറ്റ് നിഷേധിച്ചാലും പ്രശ്നമില്ലെന്ന് തോന്നി. മറ്റൊരു ചോദ്യം, ഗാന്ധി സ്വയം മുടി മുറിക്കാനുണ്ടായ കാരണം എന്താണ്? പ്രിട്ടോറിയത്തിലെ ഇംഗ്ലീഷുകാരനായ ക്ഷുരകന്റെ അടുത്ത് ചെന്നപ്പോൾ മുടി വെട്ടില്ലെന്ന് അയാൾ പുച്ഛത്തോടെ പറഞ്ഞത് ഗാന്ധിയെ വിഷമിപ്പിച്ചു. ഇതുകൊണ്ടാണ് മുടി സ്വയം മുറിക്കാൻ ഗാന്ധി തയ്യാറായത്. മറ്റൊരു ചോദ്യം, എന്റെ മുടി മുറിക്കാത്തതിൽ ആ ക്ഷുരകന്റെ പക്ഷത്ത് തെറ്റൊന്നുമില്ല. എന്താ ഗാന്ധി ഇങ്ങനെ പറയുന്നത്? കാരണം വേറെ ഒന്നുമല്ല, കറുത്തവർക്ക് ക്ഷൗരം ചെയ്യാൻ തുടങ്ങിയാൽ ആ ക്ഷുരകന് വേറെ വെള്ളക്കാരായ കസ്റ്റമേഴ്സിനെ നഷ്ടപ്പെടും. അതുകൊണ്ടാ. ഇനി മറ്റൊരു ചോദ്യം, അതിന്റെ പ്രതിഫലം എനിക്ക് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കിട്ടി. എന്തുകൊണ്ടാണ് ഗാന്ധി ഇങ്ങനെ പറഞ്ഞത്? ഇന്ത്യയിലെ അക്കാലത്ത് അയിത്തക്കാരായ സഹോദരങ്ങൾക്ക് ക്ഷൗരം ചെയ്യാൻ ഇന്ത്യയിലെ സവർണർമാര് നമ്മുടെ ഇവിടുത്തെ ക്ഷുരകന്മാരെ അനുവദിച്ചിരുന്നില്ല. ഇതിനുള്ള ശിക്ഷയാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തനിക്ക് അനുഭവിക്കേണ്ടി വന്നത് എന്ന് ഗാന്ധി കരുതുന്നു.